ഹായ് ഫ്രണ്ട്സ്, പൈപ്പിംഗ് ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈ ഇൻ എന്നും ഷട്ട് ഡൗൺ എന്നും കേൾക്കുമ്പോൾ രണ്ടും ഒന്നാണോ, അത് ചെറിയ വ്യത്യാസമുണ്ടോ എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈ ഇൻ എന്ന് പറയുന്നത് പുതിയ ലൈൻസ്, നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ലൈൻസ് എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി ആയിട്ട് നിലവിലുള്ള ഏതെങ്കിലും ഒരു ലൈനായിട്ടോ അല്ലെങ്കിൽ വെസലായിട്ടോ അല്ലെങ്കിൽ മറ്റ് കോൺട്രാക്ടറോ മറ്റ് പ്രോജക്റ്റുമായിട്ടോ അല്ലെങ്കിൽ വെണ്ടർ സ്കോപ്പിലുള്ള സ്കിഡുകളുമായിട്ടോ വെസൽസുമായിട്ടോ ഒക്കെ കണക്ട് ചെയ്യുന്നതിനാണ് ടൈ ഇൻ എന്ന് പറയുന്നത്. ടൈ ഇൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി നമ്മുടെ ന്യൂ ലൈനും എക്സിസ്റ്റിങ്ങും തമ്മിലുള്ള കണക്ഷനാണ് മെയിൻലി. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ അത് നമ്മുടെ സ്കോപ്പ് അല്ലാത്ത മറ്റ് സ്കോപ്പുകളിലുള്ള ലൈൻസുമായിട്ടുള്ള കണക്ഷനും ടൈ ഇൻ എന്ന് പറയാറുണ്ട്. ടൈ ഇൻ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ വേണ്ടി വരും, അല്ലെങ്കിൽ ടോട്ടലി പ്ലാന്റ് ഷട്ട് ഡൗൺ വേണ്ടി വരും. അതായത് നിലവിലുള്ള ലൈന് ചാർജ്ഡ് ആണെങ്കിൽ, നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ എനർജൈസ്ഡ് ആണെങ്കിൽ ആ ലൊക്കേഷൻ്റെ ഐസൊലേറ്റ് ചെയ്യുകയോ അത് താൽക്കാലികമായിട്ട് ഷട്ട് ഡൗൺ ചെയ്യുകയോ വേണ്ടി വരും. അതിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് ചിലപ്പോൾ ആ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്ലാന്റ് മൊത്തം ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും ടൈ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ടൈ ഇൻ ആക്ടിവിറ്റി ഒരു നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഫെസിലിറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി ആയിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ സേഫ്റ്റി മെഷേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം. സാധാരണ ടൈ ഇൻ ചെയ്യുമ്പോൾ ടൈ ഇൻ ചെയ്തതിൻ്റെ തൊട്ട് ഉടനെ തന്നെ ഒരു ഐസൊലേഷൻ വാൾവ് സാധാരണ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ പിന്നീട് നമ്മുടെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് എനർജൈസ് ചെയ്യാനും എക്സിസ്റ്റിംഗ് ഫെസിലിറ്റിയും ഇപ്പോൾ പുതിയതായിട്ടുണ്ടാക്കുന്ന ഫെസിലിറ്റിയും തമ്മിൽ ഒരു ഡിസ്കണക്ഷൻ അല്ലെങ്കിൽ കണക്ഷൻ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാൾവ് സാധാരണ ഉണ്ടാവാറുണ്ട്. ഈ വാൾവ് വരെ ആയിരിക്കും സാധാരണ ടൈ ഇൻ സ്കോപ്പിൽ ചെയ്യുക. ചിലപ്പോൾ ഷട്ട് ഡൗൺ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഐസൊലേഷൻ വാൾവ് വരെയുള്ള പോർഷൻ ചെയ്ത് വെച്ചിട്ട് ടൈ ഇൻ സമയത്ത് ഇത് രണ്ടും കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം ടൈ ഇൻ ചെയ്ത് ഈ ഐസൊലേഷൻ വാൾവ് വരെ ചെയ്തു വെക്കുകയും പിന്നീട് അതിന് പുറത്തേക്കുള്ളത് പിന്നീട് കണക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് സാധാരണ ഫീൽഡിൽ വരാറുള്ളത്. ടൈ ഇൻ ജോയിൻസുകൾ വെൽഡിംഗ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അത് ഗോൾഡൻ ജോയിൻസ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് അതിന് NDT 100% എടുക്കുകയും ഈ ജോയിൻസ് നമുക്ക് പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ സാധാരണ ഗതിയിൽ കഴിയാറില്ല. കാരണം ആ ജോയിൻ്റ് എക്സിസ്റ്റിങ്ങിലായിരിക്കും. വെൽഡിംഗ് ഉണ്ടെങ്കിൽ എക്സിസ്റ്റിങ്ങിലുള്ള ഒരു പ്രഷർ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ ആ ജോയിൻറ്റിന് 100% RT, സാധാരണ RT ആണ് എടുക്കാറുള്ളത്. ചിലപ്പോൾ ഫില്ലറ്റ് വെൽഡോ അങ്ങനത്തെ ഏതെങ്കിലും കാറ്റഗറി ആണെങ്കിൽ, ബട്ട് വെൽഡ് ആണെങ്കിൽ എന്തായാലും RT എടുക്കും. അല്ലെങ്കിൽ പെനട്രൻ ടെസ്റ്റോ മറ്റ് എന്തെങ്കിലും ഒരു NDT ടെസ്റ്റ് ചെയ്തിട്ട് 100% ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്യാറാണ് പതിവ്. ഗോൾഡൻ ജോയിൻസ് എന്നാണ് അത്തരം ജോയിൻസുകൾക്ക് പറയുക. അതിൽ ഹൈഡ്രോ ടെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. ടൈ ഇൻ കണക്ഷൻ P&IDയിൽ മാർക്ക് ചെയ്യുന്ന സിമ്പലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് P&IDയിൽ കാണിക്കുക. അതിൽ ഒരു നമ്പർ ടൈ ഇൻ നമ്പറും മറ്റ് നമ്പർ അതിൻ്റെ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ലൊക്കേഷനോ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കോഡുകളായിരിക്കാം. ടൈ ഇൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പോസിറ്റീവ് ഐസൊലേഷൻ ചെയ്യാറുണ്ട്. കാരണം വാൾവ് പാസിംഗ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് പോസിറ്റീവ് ഐസൊലേഷൻ എന്ന് പറയുന്നത് നമ്മൾ മെക്കാനിക്കലി ആ ലൈൻ ഐസൊലേറ്റ് ചെയ്യും. അതായത് സ്പെയ്ഡ് വെച്ചിട്ടാണ് മെക്കാനിക്കൽ ഐസൊലേഷൻ ചെയ്യേണ്ടത്. എന്നാലും പോസിറ്റീവ് ഐസൊലേഷനിൽ സ്പെയ്ഡും അതേപോലെ തന്നെ ചിലപ്പോൾ ബോൾ വാൾവ്സിനെ നമ്മൾ പോസിറ്റീവ് ഐസൊലേഷനായിട്ട് ചില സമയങ്ങളിൽ കൺസിഡർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഡബിൾ വാൾവുള്ള സിസ്റ്റങ്ങളിൽ, ഡബിൾ ഐസൊലേഷൻ വാൾവുള്ള സ്ഥലങ്ങളിൽ ഡബിൾ ഐസൊലേഷൻ പോസിറ്റീവ് ഐസൊലേഷനായിട്ടും ചിലപ്പോൾ കൺസിഡർ ചെയ്യാറുണ്ട്. പിന്നെ ടൈ ഇൻ ജോയിൻസിൽ വെൽഡിങ് വരുന്നതാണെങ്കിൽ, വെൽഡിങ് വരുന്ന ടൈ ഇൻ ജോയിൻസ് ആണെങ്കിൽ അത് പ്രത്യേകിച്ചും ഫ്ലെയിമബിൾ ലൈൻസിൻ്റെ ആകുമ്പോൾ പോസിറ്റീവ് ഐസൊലേഷന് പുറമെ അത് പോസിറ്റീവ് ഐസൊലേഷൻ നമ്മൾ ചെയ്യുന്നത് പക്ഷേ കുറേ ദൂരെയുള്ള ലൊക്കേഷനിലായിരിക്കും സ്പെയ്ഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ വെൽഡ് നടക്കുന്ന ആ ഒരു ലോക്കൽ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെയിമബിൾ ഗ്യാസോ ലിക്വിഡോ അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ജോയിൻറ്റിൻ്റെ വെൽഡ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പ്ലഗ്സ് യൂസ് ചെയ്യാറുണ്ട്. ആ പ്ലഗ്സ് വെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ വെച്ചിട്ട് പ്ലഗ്സ് ഇൻസേർട്ട് ചെയ്ത് ലോക്കൽ ഐസൊലേഷൻ ഉറപ്പുവരുത്താറുണ്ട്. മിക്കവാറും ടൈ ഇൻ, ഷട്ട് ഡൗൺ അത് കോമൺ ആയിട്ട് രണ്ടും മാറി മാറി ഉപയോഗിക്കുന്ന വേർഡുകളാണ്. സാധാരണഗതിയിൽ ടൈ ഇൻ എന്ന് പറയുന്നതും ഷട്ട് ഡൗൺ എന്ന് പറയുന്നതും ഒരേ കാറ്റഗറിയിലുള്ള വർക്കുകൾക്കാണ് പറയുന്നതുണ്ടെങ്കിലും ടെക്നിക്കലി അത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്.
ടൈൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പുതിയ ലൈന് പഴയതുമായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് ടൈൻ എന്ന് പറയുന്നത്. അതിന് ചിലപ്പോൾ ഷട്ട് ഡൗൺ വേണ്ടി വരും, ചില സമയത്ത് ഷട്ട് ഡൗൺ ആവശ്യമില്ല. കാരണം ഡബിൾ ഐസൊലേഷൻ വാൾവോ അങ്ങനത്തെ സിസ്റ്റങ്ങളുണ്ടെങ്കിൽ അതിന് ഡൗൺ സ്ട്രീമിൽ പ്രഷറൈസ്ഡ് അല്ലെങ്കിൽ എനർജൈസ്ഡ് അല്ലെങ്കിൽ ഷട്ട് ഡൗണിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടാവില്ല. എന്നാൽ ചില സമയങ്ങളിൽ ലൈവ് സിസ്റ്റമായിട്ട് എനർജൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് ടൈൻ ലൊക്കേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഷട്ട് ഡൗൺ റിക്വയർമെൻറ്റും ഉണ്ടാവും. ചില സമയത്ത് ലോക്കൽ ഐസൊലേഷൻ, അതായത് ഫീഡ് ലൈനിലൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടെയാണോ ടൈൻ ചെയ്യുന്നത് അവിടുത്തെ ഒരു ലോക്കൽ ഐസൊലേഷൻ കൊണ്ടും ചിലപ്പോൾ ടൈൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് നമ്മൾ വാക്കർത്തുന്ന പോലെ തന്നെ സ്വിച്ച് ഓഫ് പോലത്തെ ഒരു സംഭവമാണ്. അതായത് പ്ലാന്റ് ആണോ ടെമ്പററി ക്ലോസിങ്, താൽക്കാലികമായിട്ട് ഒരു സിസ്റ്റം ക്ലോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്ലാന്റ് ക്ലോസ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ മൊത്തമായിട്ട് പ്ലാന്റ് ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഷട്ട് ഡൗൺ എന്ന് പറയുന്നത്. സാധാരണ മൊത്തം പ്ലാന്റ് ഷട്ട് ഡൗൺ വരുന്ന സമയങ്ങളിൽ ആണ് ടൈൻ വർക്കുകൾ കൂടുതൽ ചെയ്യാറുള്ളത്. കാരണം ഓൾറെഡി പ്ലാന്റ് ഷട്ട് ഡൗൺ ആകുമ്പോൾ നമുക്ക് ഏത് ലൈനും ഫ്രീ ആയിട്ട് ഐസൊലേറ്റ് ചെയ്യാനും അതിന് വേണ്ട സൗകര്യം കിട്ടും. അതുകൊണ്ട് തന്നെ ഷട്ട് ഡൗൺ നടക്കുന്ന സമയത്താണ് ടൈൻ വർക്കുകൾ സാധാരണ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് ടൈനും ഷട്ട് ഡൗണും ഒന്നാണ് എന്നുള്ള ഒരു സംസാരത്തിൽ അങ്ങനെ തന്നെ വരാറുള്ളത്. എന്നാൽ ടെക്നിക്കലി അത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞു ടൈൻ വർക്കിന് ചിലപ്പോൾ ഷട്ട് ഡൗൺ വേണ്ടി വരും, ചിലപ്പോൾ ഷട്ട് ഡൗൺ വേണ്ടി വരില്ല എന്ന്. അതേപോലെ തന്നെ ഷട്ട് ഡൗൺ ചിലപ്പോൾ ടൈൻ വർക്ക്സിന് വേണ്ടി ഉപയോഗിക്കാം, ചില സമയത്ത് ഉപയോഗിക്കില്ല. മെയിൻ്റനൻസ് പർപ്പസിന് വേണ്ടിയിട്ടോ പീരിയോഡിക്കൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവേ ഇൻസ്പെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചിലപ്പോൾ ഏതെങ്കിലും ലൈനോ റപ്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴോ ഒക്കെ പ്ലാന്റ് ട്രിപ്പ് ആയേക്കാം, ഷട്ട് ഡൗൺ ആയേക്കാം. എന്നാൽ ആ സമയത്ത് നമ്മളൊരു ടൈൻ വർക്കും ചെയ്യാറില്ല. എന്നാൽ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ടൈൻ ചെയ്യാൻ ഈസിയാണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യാം. പൈപ്പിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.